ശുഭ്മാൻ ഗില്ലിനെ പറ്റി പറയുവാണെങ്കിൽ പുള്ളി വളരെ ടെക്നിക്കലി സൗണ്ടായിട്ടുള്ളൊരു കളിക്കാരനാണ്. പക്ഷേ ഒറ്റ പ്രശ്നം ഞാനിപ്പോൾ ഈയിടെയായിട്ട് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക പേരും നോട്ടീസ് ചെയ്തൊരു പ്രശ്നമാണ്. പുള്ളി ടെസ്റ്റിലും വൺ ഡേയിലും ഒക്കെ പുള്ളിയുടെ ഒരു ബാറ്റിംഗ് സ്റ്റൈലിന് പറ്റിയൊരു എന്താ പറയുന്ന ഒരു പ്ലേയിങ് സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിലുള്ളത്. പക്ഷേ T20യിലേക്ക് വന്നു കഴിഞ്ഞാൽ പുള്ളി IPLാണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് റൺസ് സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പുള്ളി ആദ്യം സെറ്റിൽ ചെയ്യാൻ എടുക്കുന്ന കുറച്ച് ബോൾസും ഇപ്പം ഇന്നലത്തെ കളി വെച്ച് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇന്നലെ പവർ പ്ലേയിൽ എനിക്ക് തോന്നുന്നത് പുള്ളി സ്കോർ ചെയ്തത് ഒരു 2-3 ബൗണ്ടറിയാണ്. അത് കഴിഞ്ഞപ്പം വളരെ 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 സ്ലോ ആയിട്ട് പുള്ളിയുടെ ഇന്നിങ്സ് മുന്നോട്ട് പോയി. എനിക്ക് തോന്നുന്നു ആ ഒരു ഓപ്പണിംഗ് ഒരു പാർട്ണർഷിപ്പിൽ വന്നൊരു സ്ലോനെസ് കാരണം മുന്നോട്ടുള്ള ടീമിൻ്റെ സ്കോറിനെ വരെ ബാധിച്ചു എന്ന് പറയേണ്ടി വരും. ഒരു ബോളിംഗ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് പിച്ചായിരുന്നു ഇന്നലത്തെ കളി എന്നെങ്കിൽ പോലും ആ പവർ പ്ലേയിൽ ഇച്ചിരി നന്നായിട്ടൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് വളരെ മികച്ച സ്കോറിലേക്ക് തന്നെ പുള്ളിക്ക് GTയെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ പുള്ളിക്ക് കൂടുതലായിട്ടൊന്നും പ്രൂവ് ചെയ്യാനൊന്നുമില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. കാരണം ലാസ്റ്റ് 2-3 സീസൺ എടുത്തു കഴിഞ്ഞാൽ ലീഡിങ് റൺ ഗേറ്റേഴ്സിൻ്റെ ചാർട്ടിൽ പുള്ളിയുടെ പേര് ഉണ്ട്. അത് നമുക്ക് എന്തായാലും അറിയാം. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കൺസിസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും ഒരു 30-40 അല്ലെങ്കിൽ 40-50s റണ്ണ് എങ്ങനെയെങ്കിലും സ്കോർ ചെയ്യും ഔട്ട് ആവുന്നതിന് മുന്നേ. അതിപ്പം എത്ര ബോൾ ഫേസ് ചെയ്തിട്ടാണെന്നുള്ളതിൽ അതിലൊരു ക്വസ്റ്റ്യൻ ഇല്ല. പക്ഷേ IPLലേക്ക് വരുമ്പോൾ പുള്ളിക്ക് ഒരു ആവറേജ് സ്ട്രൈക്ക് റേറ്റ് കഴിഞ്ഞ സീസണാണെങ്കിൽ പോലും ഒരു 150-155 സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നു. ഇപ്പം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇന്നലത്തെ കളി തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. ഏതാണ്ട് 38 റണ്ണോ 40 റണ്ണോ കണ്ട് എടുത്തത് തന്നെ ഒരു 120-130 അറൗണ്ട് ദാറ്റ് സ്ട്രൈക്ക് റേറ്റിലാണ് കളി പോയത്. അപ്പം ഇങ്ങനൊരു അപ്രോച്ച് എപ്പോഴും ഇപ്പോഴത്തെ ഒരു ലെവലിൽ പോകുന്ന ഒരു T20 ഗെയിമിന് എപ്പോഴും ആ ഒരു ടീമിനൊരു ബാധ്യതയാവുന്ന രീതിയിലൊരു അപ്രോച്ചാണത്. കാരണം പുള്ളി തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഞാൻ പേഴ്സണലായിട്ട് മൈൽ സ്റ്റോൺ ഒന്നും നോക്കാറില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുള്ളി ശ്രദ്ധിക്കാറില്ല എന്നൊക്കെ. പക്ഷേ പുള്ളിയുടെ ആ ഒരു അപ്രോച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഫീൽ അല്ല തരുന്നത്. എപ്പോഴും എന്താ പറയുക, മിനിമം ഒരു പുള്ളിയുടെ മനസ്സിലൊരു സ്കോർ വെച്ചിട്ട് പേഴ്സണലായിട്ടൊരു സ്കോർ വെച്ചിട്ട് പുള്ളി കളിക്കാൻ ഇറങ്ങുന്ന പോലെയാണ്. അപ്പം ആ ഒരു റണ്ണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അറ്റാക്കിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ആ ഒരു ടൈമിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സെറ്റിൽ ചെയ്യാനായിട്ട് എടുക്കുന്ന അത്രയും ബോൾസ് ആ ടീമിന് വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ പുള്ളി ഒരു 30 അല്ലെങ്കിൽ ഒരു 40 റണ്ണ് വരെ എടുക്കാൻ വരുന്ന സമയം കുറച്ച് ബോൾ യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് 40 മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും പുള്ളി നല്ല സ്പീഡിൽ സ്കോർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആ ഒരു ടൈം ലൈനിനുള്ളിൽ ഔട്ട് ആയെന്നുണ്ടെങ്കിൽ അത്ര നേരം പുള്ളി കളിച്ച ഒരു ബോൾ ഒരു ടീമിനെ ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേന് വേസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ആസ് ഒരു ടീം ടോട്ടൽ അത് ഒരു വലിയൊരു ഇമ്പാക്റ്റ് ആണ് കൊടുക്കുന്നത്. ഇപ്പം കഴിഞ്ഞ സീസണിലൊക്കെ ഗില്ല്, സായി സുദർശൻ പെയർ നല്ലൊരു തുടക്കം കൊടുക്കുന്നതുകൊണ്ടാണ് GTക്ക് എപ്പോഴും മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നത്. നമ്മൾ കണ്ടതാണ് അവരുടെ ഒരു മിഡിൽ ഓർഡേഴ്സ് അത്ര എക്സ്പോസ് ആയിരുന്നില്ല കഴിഞ്ഞ സീസണിലൊക്കെ. പക്ഷേ ഇന്നലെ കണ്ടൊരു കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ സുദർശൻ ആദ്യം തന്നെ ഔട്ടായി. പിന്നാലെ വന്നത് നമ്മുടെ എന്താ പറയുന്നത് ജോസ് ബട്ട്ലർ. പുള്ളിയാണെങ്കിലും ആ ഒരു പഴയ സ്ട്രൈക്ക് റേറ്റിലല്ല ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങേ സൈഡിൽ ഗില്ലും അതുപോലെ തന്നെ ഒരു മീഡിയം സ്ട്രൈക്കിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേന് പിന്നാലെ വന്ന ബാറ്റ്സ്മാൻമാർക്കൊന്നും പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഇന്നിങ്സ് കളിക്കാനുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗില്ല് ഈ ഒരു സീസണിൽ ഒരു 600 അല്ലെങ്കിൽ ഒരു 500+ ടോട്ടൽ തന്നെ പുള്ളി എടുക്കും. പക്ഷേ ആ എൻഡ് ഓഫ് ദി ഡേ ഏറ്റവും അവസാനം ചാർട്ടൊക്കെ നോക്കുമ്പം നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ലീഡിങ് റൺ ഗേറ്ററിൽ പുള്ളിയുടെ പേര് ഒരു ആവറേജ് ഒരു 50+ അല്ലെങ്കിൽ ഒരു 40+ ആവറേജ്. പക്ഷേ നമ്മൾ ആ സ്ട്രൈക്ക് റേറ്റ് നോക്കുമ്പോഴത്തേന് എൻ്റെ ഒരു പ്രഡിക്ഷൻ വെച്ച് അതൊരിക്കലും ഒരു 140 അല്ലെങ്കിൽ 150ലും മോളിൽ പോകാൻ ഒരു ചാൻസും കാണുന്നില്ല. കാരണം പുള്ളി എന്താണെന്നറിയില്ല, അറ്റാക്ക് ചെയ്ത് കളിക്കാനായിട്ട് പുള്ളിയെ കാണുമ്പോൾ തന്നെ ഒരു പേടി. ഇപ്പം ബാക്കിയുള്ളവരുടെ കളിയൊക്കെ കണ്ടിട്ട് എനിക്കിപ്പം പുള്ളി കളിക്കുന്ന ഒരു ബുക്ക് ഷോട്ട് ആണെങ്കിൽ പോലും കാണാനായിട്ട് ഒരു താല്പര്യം തോന്നത്തില്ലാത്ത രീതിയിലൊരു കളിയാണ് ഇപ്പം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാരണം നമുക്ക് ചില ബോളൊക്കെ കണ്ടാൽ അറിയാം അതൊക്കെ ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ബോളാണെന്ന്. പക്ഷേ അവിടെ നടക്കുന്നില്ല. എന്തായാലും നമുക്ക് ഈ ഒരു സീസൺ തീരുന്നവരെ കാത്തിരുന്ന് കാണാം മുന്നോട്ടുള്ള പുള്ളിയുടെ ഭാവി എന്തായിട്ട് വരും എന്നുള്ളത്. താങ്ക് യു.